ചാർജ് ചെയ്യാൻ വേണ്ടി അവസാനം മസാല വശം മേടിക്കേണ്ടി വന്നു. ഹലോ ഗൈസ്, ഇന്നിപ്പം നമുക്ക് കാറും കൊണ്ട് ഒരു ഓട്ടം ഉണ്ട്. തൊടുപുഴയ്ക്കാട്ടോ ആ ഓട്ടം. അങ്ങനെ ചെന്ന ആളെയും കൂട്ടി നേരെ പമ്പിലേക്ക് വന്നേ. അപ്പൊ ഇതോട്ടോ നമ്മുടെ വണ്ടി. ഇന്നാണെങ്കിൽ തോരാത്ത മഴയായിരുന്നു. അങ്ങനെ ഇപ്പൊ നേരെ പൊക്കോണ്ടിരിക്കുവാണ്. അടിമാലിയൊക്കെ വന്നപ്പോഴേക്കും നല്ല മഞ്ഞുണ്ടായിരുന്നു. നേരമംഗലം വന്നപ്പോഴേക്കും നമ്മളിത് കാപ്പ് പിടിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ ഈ ഹോട്ടലിലോട്ടോ നമ്മൾ കഴിക്കാൻ കയറിയത്. പൊറോട്ടയും മുട്ടക്കറി ഓട്ടോ മേടിച്ച് കഴിച്ചേ ശേഷം ഞാൻ അവിടുന്ന് വണ്ടി എടുത്തിറങ്ങി നേരെ നമ്മൾ പോവാണ്. ഏകദേശം നമ്മളൊരു 9 മണിയൊക്കെ ആറായപ്പോഴേക്കും ഇവിടെ വന്നു കേട്ടോ. തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലോട്ടോ വന്നേ. അവരെ ഇറക്കി വിട്ട് ഞാൻ നേരെ പാർക്കിംഗിലേക്ക് വന്നു. അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ വണ്ടി കയറ്റി ഒതുക്കി. അങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴേക്കും ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. വണ്ടിയിലാണെങ്കിൽ കുത്താനും സൗകര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കുത്തിയിടാന്ന് ഓർത്ത് നേരെ കയറി പോവാണ്. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ പ്ലഗിനകത്ത് കണക്ഷൻ ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഓർത്തിരുന്നപ്പോഴാണ് ഞാൻ ക്യാൻറ്റീൻ കണ്ടത്. എന്നാ പിന്നെ അവിടെ പോയി ചാർജ് ചെയ്യാന്ന് ഓർത്ത് ഞാൻ നേരെ അങ്ങോട്ട് പോയി. ക്യാൻറ്റീനിലേക്ക് വന്നപ്പോ കണ്ട കാഴ്ച കേട്ടോ. കുറെ മീനുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇവിടെ വന്നു. വെറുതെ വന്ന് ഫോൺ കുത്തിയിട്ട് അവർ സമ്മതിക്കുകയെന്ന് ഓർത്ത് ഞാൻ ഒരു മസാല ദോശ പറഞ്ഞു. അങ്ങനെ ഫോണും ചാർജ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നു. പിന്നെ ബോറടി മാറ്റാൻ വേണ്ടി ഒരു സിനിമ ഇരുന്നു. ഒരു 100 തവണ കണ്ട പടം കേട്ടോ. പക്ഷേ ഈ പടമൊക്കെ നമ്മൾ എത്ര കണ്ടാലും മടിക്കില്ല. അപ്പൊ ഇതേപോലെ റിപ്പീറ്റ് അടിച്ച് കാണാൻ പറ്റിയ സിനിമയൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ സമയം ഇപ്പൊ 3 മണി. അപ്പോഴേക്കും അവര് വിളിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ്. പോരുന്ന വഴിക്കാണ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. തൊടുപുഴ കഴിഞ്ഞ് കുറെ വന്നപ്പോഴേക്കും പതിയെ വിശക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരു കടയിൽ കൊണ്ട് നിർത്തിയേ നല്ലൊരു ഹോംലി ഫുഡ് ആട്ടോ കിട്ടി. ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കും. ഉള്ളത് പറയാലോ, അടിപൊളിയായിരുന്നു. ചോറിന്റെ സമയം കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് എല്ലും കപ്പയോട്ടോ കഴിച്ചേ. അങ്ങനെ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോവാട്ടോ. പാലം കയറി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും മഴ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മളിപ്പോ ചീയപ്പാറയിൽ എത്തിയേ. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ട വേറൊരു കാഴ്ച കേട്ടോ. ആ ഡയലോഗ് എന്തായാലും മാരകമായിട്ടോ കേട്ടോ. അങ്ങനെ അടിമാലി എത്തിയിട്ടോ. ഏകദേശം 5:30 ആയപ്പോ നമ്മളിത് രാജകാട് എത്തി. പിന്നെ ആളെ ഇറക്കി വണ്ടി ഒതുക്കിട്ട് ഞാൻ തിരിച്ചു പോരുവാണ്. ചെറുക്കനാണ് അവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടി എടുത്ത് നേരെ രാജകാട്ടിലേക്ക്. ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അത്രേ ഉള്ളൂ.